ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പിസ്റ്റാക്സിസ് അഥവാ നോസ് ബ്ലീഡിങ്ങിനെ കുറിച്ചാണ്. എന്താണ് നോസ് ബ്ലീഡിംഗ്? മൂക്കിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥയാണ് എപ്പിസ്റ്റാക്സിസ് അഥവാ നോസ് ബ്ലീഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ മൂക്കിനകത്തുള്ള ചെറിയ രക്തക്കൊഴുകൾ പൊട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നേസൽ ബ്ലീഡിംഗ് അഥവാ എപ്പിസ്റ്റാക്സിസ് ഉണ്ടാകുന്നത്? ഒന്നാമതായി, അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില മൂക്കിൽ നിന്ന് രക്തം വരുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കൂട്ടിയിടി മൂലം ഇതുപോലെ നോസൽ ബ്ലീഡിംഗ് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശക്തമായി നമ്മൾ തുമ്മുകയാണെങ്കിലും നേസൽ ബ്ലീഡിംഗ് വരുവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം, ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിംഗ് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് നോസ് ബ്ലീഡിംഗ് അഥവാ എപ്പിസ്റ്റാക്സിസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ ആ വ്യക്തിയെ മുന്നോട്ട് കുനിഞ്ഞിരിക്കുവാനായിട്ട് പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പുറകോട്ട് ആഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകുന്നതിനും ആസ്പിരേഷൻ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ആഞ്ഞിരിക്കാൻ പറയുന്നത്. അതിനുശേഷം ആ വരുന്ന ബ്ലഡ് നമ്മൾ ഒരു കർച്ചീഫ്, വൃത്തിയുള്ള ഒരു കർച്ചീഫിൽ കളക്ട് ചെയ്യുക. അതിനുശേഷം ആ വ്യക്തിയോട് അവരുടെ തള്ളവിരലും ഇൻഡെക്സ് ഫിംഗറും ഉപയോഗിച്ച് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്യുവാനായിട്ട് പറയുക. അത്തരത്തിൽ ചെയ്യുമ്പോൾ ആ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവുന്നതിന് കാരണമാകും. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിയോട് വായിൽ കൂടി ശ്വാസം എടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. അവരോട് തുമ്മരുത് എന്ന് നമ്മൾ പറയണം. അതുപോലെ തന്നെ സംസാരിക്കാതിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിയോട് തുമ്മരുത് അല്ലെങ്കിൽ സംസാരിക്കരുത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഇങ്ങനെ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പിഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയും അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യും. അവര് സംസാരിക്കുകയോ തുമ്മുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും? ആ ഫോം ചെയ്ത ബ്ലഡ് ക്ലോട്ട് പോകുന്നതിനും പിന്നെയും ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിനും കാരണമാകും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വ്യക്തിയോട് തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഐസ് പാക്ക് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കും. അവർ വളരെയധികം ടെൻഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവർക്ക് റീഅഷുറൻസ് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 20 മിനിറ്റോളമായിട്ടും ബ്ലീഡിംഗ് കുറയുന്നില്ല എന്ന് കണ്ടാൽ എത്രയും വേഗം തന്നെ നമ്മൾ മെഡിക്കൽ സഹായം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നോസ് ബ്ലീഡിംഗ് അഥവാ എപ്പിസ്റ്റാക്സിസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ ബൈ.